നമസ്കാരം, എൻ്റെ പേര് ജോവാൻ ലില്ലി. ഇന്നത്തെ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. MTNL 13% ഉയർന്നു. പൊതുമേഖലാ സ്ഥാപനമായ മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡിൻ്റെ ഓഹരി വില ഇന്ന് BSEയിൽ 13% ഉയർന്നു. വ്യാപാരത്തിനിടെ 18.4% വരെ ഓഹരി വില ഉയർന്നിരുന്നു. 51.3 രൂപയാണ് ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന വില. MTNL ഭൂമി, കെട്ടിടങ്ങൾ തുടങ്ങിയ സ്വത്തുക്കളിൽ നിന്നും 2134.61 കോടി രൂപയുടെ ധനസമ്പാദനം നടത്തിയെന്ന സർക്കാരിൻ്റെ ലോക്സഭയിലെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ഓഹരി വില ഉയർന്നത്. സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള BSNL, MTNL എന്നീ ടെലികോം കമ്പനികൾ ഭൂമി, കെട്ടിടങ്ങൾ, ടവറുകൾ, ഫൈബർ തുടങ്ങിയ സ്വത്തുക്കളിൽ നിന്നുള്ള ധനസമ്പാദനം വഴി 12,984.16 കോടി രൂപ വരുമാനം നേടിയതായും സർക്കാർ പാർലമെന്റിനെ അറിയിച്ചു. സമീപ ഭാവിയിൽ സ്വന്തം ഉപയോഗത്തിന് ആവശ്യമല്ലാത്തതും ഉടമസ്ഥത കൈമാറാൻ അവകാശമുള്ളതുമായ ഭൂമിയും കെട്ടിടങ്ങളുമാണ് ധനസമ്പാദനത്തിനായി ഉപയോഗിക്കുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കി. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് MTNL ഓഹരി വില 18.61% ഉയർന്നത്. അതേസമയം ഈ വർഷം ഇതുവരെ 15.66% ഇടിവ് ഈ ഓഹരിയിലുണ്ടായി. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് മാത്രം 12.44% നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. നിഫ്റ്റി 22,400 താഴെ. തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും ഓഹരി വിപണി നഷ്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി ഇന്ന് 22,400 പോയിന്റിന് താഴെയാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 200 പോയിന്റ് ഇടിഞ്ഞ് 74,828ലും നിഫ്റ്റി 73 പോയിന്റ് നഷ്ടത്തോടെ 22,397ലും വ്യാപാരം അവസാനിപ്പിച്ചു. 1,463 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 2,348 ഓഹരികളുടെ വില ഇടിഞ്ഞു. ശ്രീറാം ഫിനാൻസ്, ടാറ്റ മോട്ടോഴ്സ്, ഹീറോ മോട്ടോകോപ്പ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. ഭാരത് ഇലക്ട്രോണിക്സ്, SBI, ICICI ബാങ്ക്, സിപ്ല, NTPC എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ. നിഫ്റ്റി ഓട്ടോ, IT, മെറ്റൽ, മീഡിയ, റിയൽ എസ്റ്റേറ്റ് സൂചികകൾ 0.5% മുതൽ 1% വരെ ഇടിഞ്ഞപ്പോൾ PSU ബാങ്ക് സൂചിക 0.5% ഉയർന്നു. BSE മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകൾ 0.5% വീതം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു.